Good morning, all. Good morning, Miss. Good morning, Miss. Okay, അപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസം എടുത്ത് വായിച്ചു നോക്കി കാണും അല്ലേ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? നമ്മള് എവിടെ വരെയാണ് എടുത്ത് നിർത്തിയത്? അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ വരെയാണ് നമ്മൾ എടുത്ത് നിർത്തിയത് അല്ലെ? അപ്പൊ അതില് നമ്മള് പറഞ്ഞായിരുന്നു. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാലോ. പ്രത്യേകിച്ച് ഡൗട്ടുകളൊന്നും ഇല്ല എങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോളിന്റെ കാര്യത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞു അല്ലെ, അവിടെ കൃത്യമായിട്ട് തന്നെ അവർക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു സെക്യൂരിറ്റി അല്ലെ, അവിടെ പ്രൊട്ടക്ഷൻ, അവിടെ ഹ്യൂമൻ ബീയിങ്, അതായത് വർക്കേഴ്സ് ആണെങ്കിലും നമുക്കറിയാം പേഷ്യൻസ് ആണെങ്കിലും ഹ്യൂമൻ ബീയിങ് അല്ലെ, അവർക്ക് പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് എല്ലാം തന്നെ അവിടെ കൃത്യമായിട്ട് തന്നെ അറേഞ്ച് ചെയ്ത് പോകണം. അതിന്റെ കൈകാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നിർവഹിച്ചു പോകണം. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പേഴ്സണൽ അല്ലെ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സുകളുടെ കാര്യമൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ഇതില് തീർച്ചയായിട്ടും നമുക്കറിയാം വ്യത്യസ്ത തരത്തിലുള്ള അപകടാവസ്ഥകൾ ഉള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള എക്യുപ്മെന്റ്സുകളെല്ലാം കീപ്പ് ചെയ്ത് പോകണമെന്ന് അല്ലെ, അത് കൃത്യമായിട്ട് തന്നെ കൈകാര്യം പോകണമെന്ന് നിർദ്ദേശിക്കുന്നത് അല്ലെ. അപ്പൊ അതുമായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ എന്തൊക്കെ ഹസാർഡുകളാണ് ഉള്ളതെന്നുള്ളതാണ് നമുക്ക് ഇനി നെക്സ്റ്റ് നോക്കാനുള്ളത്. എക്സാമ്പിൾസ് ഓഫ് ജോബ് ഹസാർഡ്സ്. അതില് പലതരത്തിലുള്ള അപകടാവസ്ഥകളുണ്ട്. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് കെമിക്കൽ ഹസാർഡ്സ്, ദെൻ ബയോളജിക്കൽ ഹസാർഡ്സ്. ഓക്കെ, അത്തരത്തില് വ്യത്യസ്തമായിട്ടുള്ള അപകടാവസ്ഥകളെ കുറിച്ചിട്ട് വിവരിക്കുന്നുണ്ട്. അപ്പൊ കെമിക്കൽ ഹസാർഡ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ലബോറട്ടറികളിലാണെങ്കിലും അല്ലെ പലതരത്തിലുള്ള ഡയഗ്നോസ്റ്റിക് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം ചെറിയ അമൗണ്ടിലുള്ള കെമിക്കൽസ് ഒക്കെ യൂസ് ചെയ്യുന്നതാണ് ഹോസ്പിറ്റലിൽ അല്ലെ. അപ്പൊ അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം ഏതൊരു അല്ലെ അത് യൂസ് ചെയ്യുന്ന വ്യക്തികളാണെങ്കിലും തീർച്ചയായിട്ടും എന്തെങ്കിലും റെസ്പിറേറ്ററി പ്രോബ്ലം അല്ലെങ്കിൽ സ്കിൻ ഇൻഫെക്ഷൻസ് ഒക്കെ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട് അല്ലെ. അപ്പൊ അതിനനുസരിച്ചുള്ള കരുതലുകൾ അവിടെ തീർച്ചയായിട്ടും അത് നടപ്പാക്കി പോകേണ്ടത്. നമുക്ക് നോക്കാം കെമിക്കൽ ഹസാർഡ്സ്, സബ്സ്റ്റൻസ് യൂസ് ചെയ്യുന്ന ലബോറട്ടറികളിൽ ഇതിൻ്റെതായിട്ടുള്ള കുറച്ച് അല്ലെ ഗന്ധങ്ങളൊക്കെ യൂസ് ചെയ്യാറുണ്ട്. രോഗനിർണയത്തിനൊക്കെ വേണ്ടിയിട്ടായിരിക്കാം, ചെറിയ തോതിലൊക്കെ ആയിരിക്കാം അവിടെ യൂസ് ചെയ്യുന്നത്. പക്ഷെ അത് കെയർഫുൾ ആയിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യണം. അതിൻ്റെതായിട്ടുള്ള പ്രിക്കോഷൻസ് എടുത്തുകൊണ്ട് മാത്രമാണ് അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് പാടുള്ളൂ അല്ലെ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. Harmful chemical compounds in the form of solids, liquids, gases, liquids, dust, foams, and vapors exert toxic effects by inhalation or breathing, absorption through direct contact with the skin, or ingestion, eating or drinking. Okay, നമുക്കറിയാം പലതരത്തില് കാര്യങ്ങൾ അല്ലെ. ഇത് ചെറിയ രീതിയിലുള്ള കെമിക്കൽസ് എന്ന് പറയുമ്പോൾ അത് ഖരരൂപത്തിലാവാം, അല്ലെങ്കിൽ ചെറിയ ലിക്വിഡ് രൂപത്തിൽ അല്ലെ, ദ്രാവക രൂപത്തിലോ വാതക രൂപത്തിലോ അല്ലെ ആവി രൂപത്തിലോ ഇൻകേസ് ചെറിയ രീതിയിലുള്ള ഒരു പൊടിപടലത്തിന്റെ ഒരു ചെറിയ എമൗണ്ട് ഒക്കെ ആയിരിക്കാം. ഇൻകേസ് ഏത് രീതിയിലും വേണമെങ്കിലും കെമിക്കൽസ് അവിടെ വരാം അല്ലെ. ചിലപ്പോ അല്ലെ അവിടെ എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള രാവിയായിട്ടൊക്കെയോ അല്ലെങ്കിൽ വേപ്പേഴ്സ് ഒക്കെ ആയിട്ടായിരിക്കും ചിലപ്പോൾ അത് പെട്രോകെമിക്കൽ അല്ലെ അത് എക്സ്പോസ് ചെയ്യുന്നത്. പക്ഷെ അതിൽ നിന്നെല്ലാം വരുന്ന അല്ലെ ഹ്യൂമൻ ബോഡിക്ക് എഫക്ട് ചെയ്യാവുന്ന ടോക്സിക് ആയിട്ടുള്ള വ്യക്തികളുണ്ട് അല്ലെ, വിഷാംശങ്ങളാണ് ആ ഹ്യൂമൻ ബോഡിയെ എഫക്ട് ചെയ്യുന്നത്. ചെറിയ തോതിലാണ് എങ്കിലും അത് കെമിക്കൽ ആയതുകൊണ്ട് വളരെയധികം കെയർഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യേണ്ടതുണ്ട് അല്ലെ. അതല്ല എങ്കിൽ നമുക്കറിയാം ഇൻഹാലേഷൻ അല്ലെ, ഇൻഹാലേഷൻ എന്ന് വെച്ചാൽ റെസ്പിറേറ്ററി പ്രോബ്ലംസ് വരാം, ബ്രീത്തിങ് പ്രോബ്ലംസ് അല്ലെ, ശ്വാസതടസ്സമൊക്കെ നമുക്കത് ശ്വസിക്കുമ്പോഴോ അല്ലെ അതൊക്കെ നമ്മുടെ കണ്ണിലേക്ക് അടിച്ചാലും ശ്വസിക്കുമ്പോഴാണെങ്കിലും ഒക്കെ നമുക്കറിയാം അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടേണ്ടതായിട്ട് വരും അല്ലെ. ചുമക്കുകയോ തുമ്മുകയോ നമുക്ക് നേരാവണ്ണം ശ്വാസം എടുക്കാൻ പറ്റാത്ത അവസ്ഥയ്ക്ക് നേരിടേണ്ടതായിട്ട് വരാം. Absorption through direct contact with the skin, നമുക്കറിയാം നേരിട്ട് അത് കോണ്ടാക്ട് ചെയ്യുമ്പോൾ അത് സ്കിന്നിനെയും കാര്യമായിട്ട് ബാധിക്കാം. ചിലപ്പോ അല്ലെ സ്കിൻ ഇറിറ്റേഷൻസ് വരാനായിട്ടുള്ള സാധ്യതകൾ, ഒരു പുറത്തെ ക്യാൻസർ പോലെ ഏൽക്കാം, അതല്ലെങ്കിൽ അല്ലെ നമ്മുടെ സ്കിന്നിന്റെ എന്തെങ്കിലുമൊക്കെ കളർ ചേഞ്ചിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരാനായിട്ടുള്ള സാധ്യതകളൊക്കെ ഉണ്ട്.
എന്താണ് ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ചെറിയ രീതിയിലെങ്കിലും അത് വായിലേക്കോ ശരീരത്തിലേക്കൊക്കെ കടന്നു പോയാലും നമുക്കറിയാം അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ ഇത്തരത്തിലുള്ള ഹസാർഡ്സ് അപകടാവസ്ഥകളും നല്ല രീതിയിൽ തന്നെ ഹാൻഡിൽ ചെയ്യുന്നത് നേരത്തെ കൂടി പ്രിവെന്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തിട്ട് വേണം അത് ഹാൻഡിൽ ചെയ്യാൻ. എയർബോൺ കെമിക്കൽ ഹസാർഡ്സ് എക്സിറ്റ്സ് ആർസ് concentrations of vapors, gases, pulps or solids. നമുക്കറിയാം മഞ്ഞ് പോലെ അല്ലെങ്കിൽ നീരാവി പോലെ വാതകം പോലെയൊക്കെ ആയിരിക്കാം ചെറിയ രീതിയിലൊക്കെ അതിന്റെ ഇതുകൾ ബഹിർഗമിക്കുന്നത്. അത് വളരെ ചെറിയ എമൗണ്ട് ആണ് എങ്കിലും പക്ഷെ ഹ്യൂമൻ ബോഡിക്ക് അത് അത് അക്സെപ്റ്റബിൾ അല്ല. അതനുസരിച്ചിട്ട് തന്നെ അവിടെ ശ്വാസത്തിലോ സ്കിന്നിലോ എവിടെയും അത് എഫക്ട് ചെയ്യാനായിട്ടുള്ള സാധ്യതകളുണ്ട്. Some are toxic with chalk inhalation and some of them irritate the skin on contact. നേരത്തെ പറഞ്ഞ മാതിരി ഇതെല്ലാം കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഒന്നില്ലെങ്കിൽ സ്കിൻ പ്രോബ്ലംസ് വരാം, അതല്ലെങ്കിൽ റെസ്പിറേറ്ററി നമുക്കറിയാം ബ്രീത്തിങ് പ്രോബ്ലംസ് ഒക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. സോ അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ അതിനനുസരിച്ചിട്ടുള്ള കൺട്രോളിങ് വേണം അല്ലെ, അതിനനുസരിച്ചിട്ടുള്ള സേഫ്റ്റി ഗൂഗിൾസും ഹെൽമെറ്റ്സും സേഫ്റ്റി ഷൂസും അല്ലെ എല്ലാ തരത്തിലുള്ള സേഫ്റ്റി പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് അവിടെ ആവശ്യമാണ് എന്ന് പറയുന്നത്. വീണ്ടും മറ്റൊരു ഹസാർഡ്സ് പറയാണ്. മറ്റൊരു ഹസാർഡ്സിൽ പറയുന്നത് എന്താണ്? ബയോളജിക്കൽ ഹസാർഡ്. എന്താണ് ബയോളജിക്കൽ ഹസാർഡ്സ് എന്ന് പറയുന്നത്? നമുക്കറിയാം സൂക്ഷ്മ ജീവികളെയും കൈകാര്യം ചെയ്യേണ്ടതുണ്ട് അല്ലെ, രോഗനിർണയ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടും എന്ത് ജീവികളാണ്, ബാക്ടീരിയ ആണോ ഫംഗസ് ആണോ അതിന്റെ പ്രവർത്തനമാണോ എന്നൊക്കെ കൃത്യമായിട്ട് തന്നെ ലാബില് അതിനനുസരിച്ചിട്ട് തന്നെ നിർണയ കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ടാവും. സോ അതേ രീതിയിലും നമുക്കറിയാം അപകടാവസ്ഥ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ദീസ് ഇൻക്ലൂഡ്സ് ബാക്ടീരിയ, വൈറസ്, ഫംഗി and other living organisms that can cause acute and chronic infections by entering the body in the entire either directly or through breaks in the skin. Okay, skin കൂടെയോ അല്ലെങ്കിൽ എന്താണ് ശരീരത്തിനുള്ളിലേക്കോ ഇത്തരത്തിലുള്ള നമുക്കറിയാം വൈറസും ബാക്ടീരിയ ഫംഗിയൊക്കെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കറിയാം അതിൻ്റെതായിട്ടുള്ള ക്രോണിക് ഡിസീസസുകൾ വരാൻ സാധ്യതയുണ്ട് അല്ലെ, വിട്ടുമാറാത്ത അസുഖങ്ങളൊക്കെ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. നമുക്കറിയാം അതെല്ലാം ചെറിയ രീതിയിലുള്ള സൂക്ഷ്മജീവികളാണെങ്കിലും ശരീരത്തിനുള്ളിൽ കേടുമ്പോൾ അത് അപകടാവസ്ഥയാണ് അതിൽ നിന്ന് ഉണ്ടാവാനായിട്ടുള്ള സാധ്യത. സോ അവിടെയും തീർച്ചയായിട്ടും നമുക്കറിയാം അതിനനുസരിച്ചുള്ള പ്രിക്കോഷൻസ് അവിടെ കീപ്പ് ചെയ്യുന്നു അല്ലെ. ബയോളജിക്കൽ ആയിട്ടുള്ള ഹസാർഡ്സ് എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നതിനുള്ള രീതിയിൽ ചോദിച്ചാൽ അത് വെച്ചേക്കാം. ബയോളജിക്കൽ ആയിട്ടുള്ള ഹസാർഡ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇൻക്ലൂഡ്സ് ബാക്ടീരിയ, വൈറസ്, ഫംഗി ഓർ അതർ ലിവിംഗ് ഓർഗാനിസംസ്. ഓക്കെ, അത്തരത്തിലുള്ള സൂക്ഷ്മജീവികളെയാണ് ഈ ബയോളജിക്കൽ ഹസാർഡ്സിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. അതേമാതിരി തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി കെമിക്കൽ ഹസാർഡ്സ് എന്ന് പറയുമ്പോഴും മനസ്സിലാക്കി വയ്ക്കുക കെമിക്കൽസിന്റെ കമ്പോണൻസ് അല്ലെ, അതിന്റെ ഘടകങ്ങൾ ഉൾക്കൊള്ളുന്ന സോളിഡ്സും ലിക്വിഡ്സും ഗ്യാസസ് ഒക്കെയാണ് അതിൽ വരുന്ന ഇൻക്ലൂഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. അപ്പോ അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്തിരിക്കുക. ഇവിടെയും നമ്മൾ കണ്ടായിരുന്നു അതിൻ്റെതായിട്ടുള്ള പ്രോബ്ലംസ് അതുമായി ബന്ധപ്പെട്ട് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ അതിനനുസരിച്ചുള്ള കെയർഫുൾ ആയിട്ടുള്ള ഹാൻഡ്ലിംഗ് ആവശ്യമാണ്. ലബോറട്ടറി ആൻഡ് മെഡിക്കൽ പേഴ്സണൽ ഓൾസോ ക്യാൻ ബി എക്സ്പോസ്ഡ് ടു ബയോളജിക്കൽ ഹസാർഡ്സ്. നമുക്കറിയാം തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള അല്ലെ കൂടുതലായിട്ട് ഫേസ് ചെയ്യേണ്ടി വരുന്നത് ലബോറട്ടറികളിലൊക്കെയാണ്. കാരണം അവിടെയാണ് ഈ പറഞ്ഞ മാതിരി തന്നെ ചെക്കപ്പ് കാര്യങ്ങൾ അല്ലെ, ചെറുതാണെങ്കിലും അല്ലെ സൂക്ഷ്മജീവികളെ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് എല്ലാം അല്ലെ. അവിടെ അതിനെ കുറിച്ചിട്ടൊക്കെ നമുക്കറിയാം കൃത്യമായിട്ട് തന്നെ ഓരോ ഹ്യൂമൻ ബീയിങ്ങിന്റെ എന്തെങ്കിലും ഫ്ലൂയിഡ്സോ അല്ലെ എന്തെങ്കിലുമൊക്കെ ഗുണം ടെസ്റ്റ് ചെയ്യുമ്പോഴൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായിട്ടുള്ള ഡയഗ്നോസിസ് ഒക്കെ നിർണ്ണയിക്കാൻ അല്ലെ രോഗനിർണ്ണയമൊക്കെ നമുക്ക് കണ്ടെത്താനൊക്കെ സാധിക്കുന്നത്. സോ അത്തരത്തിലുള്ള പേഴ്സണുകളൊക്കെ ഈ തരത്തിലുള്ള ബയോളജിക്കൽ ഹസാർഡ്സിനെ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരുന്നു. Any occupations that result in contact with the body fluids cause residue workers from biological hazards. Okay, നമുക്കറിയാം ഹോസ്പിറ്റലിൽ ഇവര് മാത്രമല്ല ഓപ്പറേഷൻ തിയേറ്ററിൽ കയറുന്നവരാണെങ്കിലും തീർച്ചയായിട്ടും നമുക്കറിയാം അവരാൾക്കാർ ഭാഗങ്ങളൊക്കെ നീക്കം ചെയ്ത് സോ ഇത്തരത്തിലുള്ള അല്ലെ കാര്യങ്ങളൊക്കെ മുൻകരുതലോട് കൂടിയിട്ട് കൈകാര്യം ചെയ്തിട്ട് വേണം അവരെല്ലാം അവരുടേതായിട്ടുള്ള ഓക്യുപ്പേഷൻ അല്ലെ അവരവരുടേതായിട്ടുള്ള തൊഴിലുകൾ കൈകാര്യം ചെയ്തിട്ട് വേണ്ടിയിട്ട്. കാരണം ബയോളജിക്കൽ ഹസാർഡ്സിനെ മുൻകരുതലായിട്ട് പ്രിവെൻഷനോട് കൂടിയിട്ടായിരിക്കും അവർ കൈകാര്യം ചെയ്യുന്നത്. സോ നമുക്കറിയാം ഇതിന്റെയൊക്കെ കാര്യങ്ങൾ ഇതിന്റെയൊക്കെ അഡ്മിനിസ്ട്രേറ്റീവ് റോളുകളാണ് ഇവിടെ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ അല്ലെ അവിടെ കൃത്യമായിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോളിൽ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്.
ഇനി അതിനനുസരിച്ചിട്ട് എന്തൊക്കെ പ്രിവെൻഷൻ ആണ് എടുക്കേണ്ടി വരുന്നത് എന്നുള്ളത് നമ്മൾ മോസ്റ്റ്ലി ജസ്റ്റ് ഏതെങ്കിലും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. കുറച്ചും കൂടി അല്ലെ കുറച്ചും കൂടി മുൻകരുതലാണ് ഇത്തരത്തിലുള്ള അല്ലെ പ്രോബ്ലംസുകളൊന്നും ഹ്യൂമൻ ബോഡിയെ അഫക്ട് ചെയ്യാതിരിക്കാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം എന്നുള്ളതാണ് നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഓക്കെയല്ലേ? കെമിക്കൽ ഹസാർഡ്സും ബയോളജിക്കൽ ഹസാർഡ്സും ഇതായിട്ട് നോട്ട് ചെയ്തില്ലേ ചെറിയ പോയിന്റ്സുകളൊക്കെ? മുൻകരുതലുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം? ഫസ്റ്റ് വൺ പറയുന്നത് എഫക്റ്റീവ് പേഴ്സണൽ ഹൈജീൻ, particularly proper care to minor cuts and scratches, especially those on the hands and forearms, helps keep worker risk to a low level. Okay, നമുക്കറിയാം എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു നല്ല രീതിയിൽ നമുക്ക് വിമുക്തമാക്കത്തക്ക വിധത്തിലുള്ള പ്രോപ്പർ ഹാൻഡ്ലിംഗ് സൊല്യൂഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു അല്ലെ? നമുക്കറിയാം അവിടെ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തി ശുചിത്വം ഉണ്ടെങ്കിലും ഒരു പരിധിവരെ ഒഴിവാക്കാം. കൃത്യമായിട്ട് തന്നെ നമുക്കറിയാം കോവിഡ് സാഹചര്യങ്ങളിലൊക്കെ അണുക്കളെ പറ്റി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് എപ്പോഴും അതിനനുസരിച്ചുള്ള സൊല്യൂഷൻസ് യൂസ് ചെയ്യുന്നത് അല്ലെ? അപ്പൊ പർട്ടിക്കുലർലി അത് യൂസ് ചെയ്യണം. ഒപ്പം തന്നെ പർട്ടിക്കുലർലി പ്രോപ്പർ കെയർ ടു മൈനർ കട്ട്സ് ആൻഡ് സ്ക്രാച്ചസ് അല്ലെ? അവിടെ തീർച്ചയായിട്ടും എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള മുറിവുകളും ഇതൊന്നും വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. എൻഗേജ് വന്നാൽ തന്നെ അതിനനുസരിച്ചുള്ള സുരക്ഷ നമുക്ക് കീപ്പ് ചെയ്യണം. എസ്പെഷ്യലി ദോസ് ഓൺ ദ ഹാൻഡ്സ് ആൻഡ് ഫോർഹാൻഡ്സ്. നമുക്കറിയാം നമുക്ക് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് അല്ലെ? അവിടെ നമ്മുടെ ഹാൻഡ് ഉപയോഗിച്ചിട്ടാണ് ഹ്യൂമൻ ബീയിങ്സ് അവിടെ അവരുടെ വർക്കുകളെ ഹാൻഡിൽ ചെയ്യുന്നത് അവരുടെ കൈകളൊക്കെ ഉപയോഗിച്ചിട്ട് തന്നെയാണ്. സോ അവിടെ ഒക്കെ കൂടുതലായിട്ട് മുറിവുകളൊക്കെ വരാതിരിക്കാനോ കേസ് വന്നു കഴിഞ്ഞാൽ തന്നെ അതിനനുസരിച്ച് നമുക്ക് കീപ്പ് ചെയ്തുകൊണ്ട് തന്നെയായിരിക്കണം ഹാൻഡിൽ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കറിയാം അധികം റിസ്ക് എടുക്കാതെ തന്നെ അവർക്ക് ഹാൻഡിൽ ചെയ്യാനൊക്കെ സാധിക്കും അല്ലെ? ലബോറട്ടറിയിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ ആണെങ്കിലും ഇന്ന കാര്യങ്ങൾ അല്ലെ ഇന്ന സൂക്ഷ്മജീവികളെയും അല്ലെങ്കിൽ കെമിക്കൽ കണ്ടന്റ് തരം സംഭവങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നതാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു എഫക്റ്റീവ് പേഴ്സണൽ ഹൈജീൻ എപ്പോഴും കീപ്പ് ചെയ്യണം. നമുക്കറിയാം എന്ത് ചെയ്യുന്നതിന് മുമ്പ് അല്ലെ കൈയൊക്കെ വ്യക്തമായിട്ട് നമ്മൾ പഠിച്ചു പോയതാണ്. അവിടെ അല്ലെ ഇവിടെ കൃത്യമായിട്ട് തന്നെ കൈ കഴുകുകയും അതിനനുസരിച്ചുള്ള ഗ്ലൗസുകളൊക്കെ ധരിക്കുകയും അല്ലെ അതൊക്കെ കൈകാര്യം ചെയ്തതിനു ശേഷം മാത്രമാണ് ഓരോരോ പ്രവൃത്തി ചെയ്യുന്നത് അല്ലെ? അതിനുശേഷം ഡിസ്പോസ് ചെയ്യേണ്ട സ്ഥലത്ത് തന്നെ ഓരോ കാര്യങ്ങളൊക്കെ ഡിസ്പോസ് അല്ലെ ഗ്ലൗസും കാര്യങ്ങളൊക്കെ ഡിസ്പോസ് ചെയ്ത് വീണ്ടും ഹാൻഡ് വാഷ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും അണുവിമുക്തമാക്കി തന്നെ നമുക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതിനപ്പുറം തീർച്ചയായിട്ടും നമുക്കറിയാം മുറിവുകൾ ചെറിയ രീതിയിലുള്ള മുറിവുകളൊക്കെ വരാതിരിക്കാൻ നോക്കുക. ഇൻ കേസ് വന്നാൽ തന്നെ അതിനനുസരിച്ചുള്ള മുൻകരുതലുകൾ എടുത്തു പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഫസ്റ്റ് പ്രിവെൻഷൻ ആണ് നമ്മൾ കണ്ടത്. നെക്സ്റ്റ് പ്രിവെൻഷൻ എന്താ പറയുക? സ്റ്റാഫ് ഷുഡ് പ്രാക്ടീസ് പ്രോപ്പർ പേഴ്സണൽ ഹൈജീൻ. ഓക്കെ, പ്രോപ്പർ ആയിട്ടുള്ള പേഴ്സണൽ ഹൈജീൻ സ്റ്റാഫുകളെല്ലാം തന്നെ പ്രാക്ടീസ് ചെയ്യണമെന്നുള്ളതാണ്. പർട്ടിക്കുലർലി ഹാൻഡ് വാഷിംഗ് തീർച്ചയായിട്ടും നമുക്കറിയാം അത് ഏത് സമയത്തൊക്കെ ഹാൻഡ് വാഷ് ചെയ്യണം, എങ്ങനെയൊക്കെ ഹാൻഡ് വാഷ് ചെയ്യണം അല്ലെ? ചിലപ്പോ കുട്ടികളൊക്കെ ഹാൻഡ് വാഷ് ചെയ്യുന്ന കണ്ടിട്ടില്ല, അവര് ജസ്റ്റ് ടാപ്പാണ്ട് നമുക്ക് കഴിയുന്നതാണ്. ഓക്കെ, ഹാൻഡ് വാഷ് കഴിഞ്ഞു അല്ലെ? അങ്ങനെയല്ല, കൃത്യമായിട്ട് അതിൻ്റെതായിട്ടുള്ള ഒരു കൃത്യമായ രീതിയിൽ തന്നെ ഹാൻഡ് വാഷ് ചെയ്യണം അല്ലെ? എവിടെയും അണുക്കളൊന്നും പറ്റിപ്പിടിച്ചിട്ടില്ല എന്ന് ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള ഹാൻഡ് വാഷ് ചെയ്യണം അല്ലെ? അപ്പൊ പർട്ടിക്കുലർ ആയിട്ട് നമുക്കറിയാം അല്ലെ കൃത്യമായതോട് കൂടിയിട്ട് ഹാൻഡ് വാഷ് ചെയ്യും. അപ്പൊ കുട്ടികളൊക്കെ പ്രത്യേകമായിട്ട് പാരന്റ്സ് ശീലിപ്പിച്ചു കൊടുക്കുന്ന കാര്യമാണ്. പക്ഷെ ഇവിടെ ശീലിപ്പിച്ചു കൊടുത്താലും അവര് ആ രീതിയൊക്കെ ചിലപ്പോ ധൃതി പിടിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവർ അവരുടേതായിട്ടുള്ള രീതിയിൽ ഹാൻഡിൽ ചെയ്യും അല്ലെ? എനിവേ ഹോസ്പിറ്റലിലെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് അവര് തീർച്ചയായിട്ടും നല്ല പർട്ടിക്കുലർ ആയിട്ടുള്ള രീതിയിൽ തന്നെ ഹാൻഡ് വാഷ് ചെയ്യണം. ഹോസ്പിറ്റൽസ് ഷുഡ് പ്രൊവൈഡ് ആഡിക്വേറ്റ് വെന്റിലേഷൻ. അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള ട്രെയിനിങ് കൊടുക്കണം എന്നുള്ളത്, പ്രാക്ടീസ് കൊടുക്കണം എന്നുള്ളത് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആഡിക്വേറ്റ് വെന്റിലേഷൻ അല്ലെ? കൃത്യമായിട്ട് വായുസഞ്ചാരങ്ങളൊന്നും ഒരിടത്തും അണുക്കളൊന്നും പറ്റി പിടിച്ചിരിക്കാത്ത തക്ക വിധത്തിലുള്ള വായുസഞ്ചാരങ്ങളൊക്കെ ഉണ്ടാവാം. പ്രോപ്പർ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് സച്ച് ആസ് ഗ്ലൗസ്, റെസ്പിറേറ്റേഴ്സ്, adequate infectious waste disposal system. Okay, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ PPE കിറ്റ്, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് എന്തെങ്കിലുമൊക്കെ ധരിക്കേണ്ടതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗോഗിൾസോ ഗ്ലൗസുകളോ അല്ലെങ്കിൽ റെസ്പിറേറ്ററിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും മാസ്കും കാര്യങ്ങളൊക്കെ ധരിക്കേണ്ടതുണ്ടെങ്കിൽ അതെല്ലാം ധരിച്ചതിന് ശേഷം മാത്രമാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തികളൊക്കെ കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ. അപ്പം adequate infectious waste disposal system
അല്ലെ പ്രത്യേകമായിട്ടുള്ള ക്രമീകരണത്തോട് കൂടിയിട്ടുള്ള സിസ്റ്റം നമുക്കറിയാം നിർമ്മാർജ്ജനം നടത്താനായിട്ട് നമ്മുടെ ഹോസ്പിറ്റലൊക്കെ ആവുമ്പോൾ പ്രത്യേക ഫീറ്റുകളൊക്കെ ഉണ്ടാവും അല്ലെ. ഇത് ബയോ ഹസാർഡ്സ് വേസ്റ്റ് ആണെങ്കിൽ ഹസാർഡ്സ് വേസ്റ്റ് ആണെങ്കിലൊക്കെ സെപ്പറേറ്റ് ചെയ്ത് ലേബൽ ചെയ്തിരിക്കുന്ന വേസ്റ്റ് ബിന്നിൽ തന്നെ നിക്ഷേപിക്കണം. അങ്ങനെയൊക്കെ പ്രോപ്പറായിട്ട് കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഒരുപാട് റിസ്കുകളൊക്കെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. അതിന് appropriate control includes isolation in instances of particularly contagious diseases such as tuberculosis. അതായത് നമുക്ക് അല്ലെ കുറച്ചും കൂടി കണ്ടേജിയസ് ഡിസീസസ് എന്ന് പറയുന്നത് എന്താണ്? സാംക്രമികമായിട്ടുള്ള രോഗങ്ങൾ, അതായത് ക്ഷയം പോലെയുള്ള രോഗങ്ങളൊക്കെ വരാനായിട്ടുള്ള സാധ്യത. അതിന് അനുസരിച്ചിട്ട് ഐസൊലേഷൻ വെച്ച് ഒരു സെപ്പറേഷൻ കൊടുക്കണം അല്ലെ. അവരായിട്ട് ഒന്നും ബന്ധപ്പെടാത്ത രീതിയിലുള്ള ഒരു സാമൂഹിക അകലമൊക്കെ കീപ്പ് ചെയ്യുന്ന രീതിയിലുള്ള കൺട്രോളിംഗ് ഒക്കെ ഹാൻഡിൽ ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻസ് ഒന്നും എല്ലാവർക്കും തീർച്ചയായിട്ടും നമുക്കറിയാം. പ്രത്യേകിച്ച് രോഗികളെ ശുശ്രൂഷിക്കുന്ന വ്യക്തികൾക്ക് ആണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള രോഗികളാണെങ്കിൽ അതിനനുസരിച്ചുള്ള മുൻകരുതലുകളൊക്കെ എടുത്തതിന് ശേഷം മാത്രമാണ് അവരെ ഹാൻഡിൽ ചെയ്യാവൂ. അവരെയൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ഐസൊലേഷൻ ചെയ്ത് തന്നെയായിരിക്കണം അവരെയൊക്കെ ഹാൻഡിൽ ചെയ്യേണ്ടത്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും മുൻകരുതലുകളുടെ ഭാഗമായിട്ട് തന്നെ ഇത്തരം അസുഖങ്ങളൊന്നും അവരിൽ കയറിപ്പെടാതിരിക്കാനായിട്ട് സാധ്യമാകും. ഓക്കെ, അപ്പോ അവര് ഫസ്റ്റ്ലി നമ്മൾ കണ്ടു എന്താണ് എഫക്റ്റീവ് ആയിട്ടുള്ള പേഴ്സണൽ ഹൈജീനിന്റെ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറഞ്ഞത്. നെക്സ്റ്റ് പറയുമ്പോഴും ഹൈജീൻ തന്നെ അല്ലെ, ശുചിത്വ കാര്യങ്ങളൊക്കെ തന്നെയാണ് പറഞ്ഞത്. പക്ഷെ അവിടെ കുറച്ചും കൂടി പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സിന്റെ കാര്യം, വെന്റിലേഷന്റെ കാര്യം, അതോടൊപ്പം തന്നെ നമുക്കറിയാം ചില സാംക്രമിക രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഐസൊലേഷനും കാര്യങ്ങളൊക്കെ അതൊക്കെ അനുവർത്തിച്ചിട്ട് പോകണം എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ഇത്തരത്തിലുള്ള ഈ പ്രിവെൻഷനോട് കൂടിയിട്ട് നമുക്ക് ബയോളജിക്കൽ ഹസാർഡ്സും കെമിക്കൽ ഹസാർഡ്സിനൊക്കെ ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നതാണ്. വീണ്ടും ഫിസിക്കൽ ആയിട്ടുള്ള ഹസാർഡ്സ് ഉണ്ട്. ഓക്കെ, അതില് ഫിസിക്കൽ ആയിട്ടുള്ള ഹസാർഡ്സ് എന്ന് പറയാൻ കാരണം എന്തുകൊണ്ടാണ്? അത് ഒരു ഭൗമികമായിട്ടുള്ള അല്ലെ ഒരു പലതരത്തിലുള്ള അപകടാവസ്ഥകൾ തന്നെയാണ് ഇതിനെ നമുക്ക് വിശേഷിപ്പിക്കാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ ഫിസിക്കൽ ആയിട്ടുള്ള ഹസാർഡ്സ് മീൻ ചെയ്തെന്ന് നോക്കാം. ഇറ്റ് ഇൻക്ലൂഡ്സ് റേഡിയേഷൻ, നോയ്സ്, വൈബ്രേഷൻ, ഇലുമിനേഷൻ ആൻഡ് ടെമ്പറേച്ചർ. ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ ഡീൽ ചെയ്യുമ്പോൾ പല സാഹചര്യങ്ങളിലൂടെ തന്നെ വർക്കേഴ്സ് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നു. പേഷ്യൻസ് ഒക്കെ ആണെങ്കിലും അവരുടെ രോഗങ്ങള് അതൊക്കെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടൊക്കെ അത് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. കൂടുതലായിട്ട് റേഡിയേഷൻ നമുക്കറിയാം, ക്യാൻസർ പേഷ്യൻസിനൊക്കെ ആണെങ്കിൽ റേഡിയേഷൻ കാര്യങ്ങളൊക്കെ നടപ്പാക്കേണ്ടതായിട്ട് വരുന്നു. അതൊക്കെ ഹാൻഡിൽ ചെയ്യേണ്ട വർക്കേഴ്സിന് അതിൻ്റെതായിട്ടുള്ള റിസ്കുകളുണ്ട്. അതായത് ഒരുപാട് സൗണ്ട് അല്ലെ, നമുക്ക് MRI സ്കാനൊക്കെ ചെയ്യുന്നവരൊക്കെ നമുക്കറിയാം അതിനുള്ളിൽ ഭയങ്കര സൗണ്ടുകളൊക്കെ ഫീൽ ചെയ്യും. അതിനനുസരിച്ചിട്ടുള്ള പ്രിക്കോഷൻസ് ഒക്കെ എടുത്തതിന് ശേഷമാണ് അതിന്റെ ആ ഒരു പ്ലേസിൽ തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, വൈബ്രേഷൻസ് ചില കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് വൈബ്രേഷൻസ് സാധ്യത. ഇലുമിനേഷൻ എന്ന് വെച്ചാൽ മതിയായ നല്ല വെളിച്ചം ഒക്കെ ആവശ്യമുള്ളത് ആവശ്യമാണ്. അതെല്ലാം എങ്കിലും നമുക്കറിയാം ഭയങ്കര റിസ്കുകളോട് കൂടിയിട്ടായിരിക്കും കൈകാര്യം ചെയ്യേണ്ടത് വരുന്നത്. അതേപോലെ തന്നെ ടെമ്പറേച്ചർ അല്ലെ, നമുക്ക് ഒരുപാട് ചൂടൊന്നും കൈകാര്യം ചെയ്ത് നമ്മുടെ ബോഡിക്ക് ചിലപ്പോൾ ഫേവറബിൾ ആവണമെന്നില്ല. സോ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് പറ്റുള്ളൂ അല്ലെ. അതിനെയൊക്കെ നമുക്ക് ഫിസിക്കൽ ഹസാർഡ്സ് അല്ലെ, ഇതിനെയൊക്കെയാണ് പ്രധാനമായിട്ടും ഫിസിക്കൽ ഹസാർഡ്സ് എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പൊ ജസ്റ്റ് ഒന്ന് ഫിസിക്കൽ ഹസാർഡ്സ് എന്തൊക്കെയാണെന്നുള്ളതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്തേരെ. ഇറ്റ് ഇൻക്ലൂഡ്സ് റേഡിയേഷൻ, നോയ്സ്, ഒരുപാട് സൗണ്ടുകൾ, വൈബ്രേഷൻ, ഇലുമിനേഷൻ ആൻഡ് ടെമ്പറേച്ചർ. ഇൻക്യുബേഷൻസ് where there is exposure to ionizing radiation, time, distance and shielding are main tools in ensuring worker safety. Okay, നമുക്കറിയാം വർക്കേഴ്സിന്റെ സേഫ്റ്റി എന്ന് പറയുന്നത് ഈ റേഡിയേഷന്റെ സമയത്തൊക്കെ അല്ലെ, അവിടെ കിരണങ്ങളൊന്നും നമ്മുടെ ശരീരത്തില് വർക്കേഴ്സിന്റെ ശരീരത്തിൽ കീഴിപ്പെട്ടാതിരിക്കാൻ വേണ്ടി ഓരോ പ്രിക്കോഷൻസ് ഒക്കെ നമ്മൾ എടുക്കണം അല്ലെ. ഒരുപാട് സമയം അതുമായിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് ഡിസ്റ്റൻസ് സാമാന്യ അകലമൊക്കെ കീപ്പ് ചെയ്തിട്ട് വേണം അത്യാവശ്യമായിട്ടുള്ള ഷീറ്റിംഗ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തതിനു ശേഷം മാത്രമാണ് ഇത്തരത്തിലുള്ള ഈ റേഡിയേഷൻ പ്രോസസ് ഒക്കെ കൈകാര്യം ചെയ്യാനായിട്ട് പാടുള്ളൂ. നമുക്കറിയാം ഡേഞ്ചർ ഫ്രം റേഡിയേഷൻ ഇൻക്രീസസ് വിത്ത് ദ എമൗണ്ട് ഓഫ് ടൈം വൺ ഈസ് എക്സ്പോസ്ഡ് ടു. ഒരുപാട് സമയം തുറന്ന രീതിയിൽ റേഡിയേഷൻ പ്രവർത്തനം നടത്തുമ്പോഴാണ് അതിന് കൂടുതൽ അല്ലെ ഡേഞ്ചർ സിറ്റുവേഷൻസ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യത. Hence, the shorter the time exposure,
the smaller the radiation feature. അപ്പൊ നമുക്ക് അതിന്റെ അനുസരിച്ചിട്ട് ചുരുങ്ങിയ കാര്യങ്ങളിൽ അത് തുറന്ന റേഡിയേഷൻ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് പോകാനായിട്ടുള്ള രീതിയൊക്കെ അവലംബിക്കാം. തീർച്ചയായിട്ടും നമുക്കറിയാം ഏത് പ്രവർത്തികളാണെങ്കിലും അതിൻ്റെതായിട്ടുള്ള റിസ്കുകളും അതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. സോ അതിനനുസരിച്ച് മുൻകരുതലുകൾ എടുത്തിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ബോഡിയെ നമ്മുടെ വർക്കേഴ്സിന്റെ ബോഡിയെ എഫക്ട് ചെയ്യാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള പ്രിക്കോഷൻസ് എടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഫിസിക്കൽ ഹസാർഡ്സ് വരാനായിട്ടുള്ള സാധ്യതകളാണ് നമ്മളിപ്പോ ജസ്റ്റ് ഡിസ്കസ് ചെയ്തത്. റേഡിയേഷൻ, നോയ്സ്, വൈബ്രേഷൻ, ഇലുമിനേഷൻ ആൻഡ് ടെമ്പറേച്ചർ ഒക്കെയാണ് ഫിസിക്കൽ ഹസാർഡ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും റേഡിയേഷനിലൊക്കെ കൂടുതലായിട്ട് വരുന്നത് അത് കൂടുതൽ തുറന്ന ഒരു പ്രവൃത്തി കൂടുതൽ സമയമെടുത്ത് ചെയ്യുമ്പോഴൊക്കെയാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം കുറഞ്ഞ രീതിയിൽ സമയമെടുത്ത് അതേപോലെ കുറഞ്ഞ രീതിയിൽ തുറന്ന രീതിയിൽ റേഡിയേഷൻ നടത്തുകയും അധികം സമയം എടുക്കാതെയും ഒരുപാട് ഡിസ്റ്റൻസ് അത്യാവശ്യം ഡിസ്റ്റൻസ് ഒക്കെ കീപ്പ് ചെയ്തൊക്കെ കൈകാര്യം ചെയ്യാണെങ്കിൽ വർക്കേഴ്സിന് സേഫ്റ്റിയോടുകൂടി ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയുന്നത്. ഓക്കെ, ഇവിടെ പ്രിവെൻഷൻസ് മുൻകരുതലുകൾ പറയുന്നുണ്ട്. ജസ്റ്റ് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ അല്ലെ, എന്താണ് ഫിസിക്കൽ ഹസാർഡ്സ് എന്നുള്ളത്? ബയോളജിക്കൽ ഹസാർഡ്സിന്റെയും കെമിക്കൽ ഹസാർഡ്സിന്റെയും പ്രിവെൻഷൻസ് ഓക്കെ അല്ലേ? ഇവിടെ പ്രിവെൻഷൻ ഒക്കെ ജസ്റ്റ് ഒന്ന് ഓർത്തേക്കണം കേട്ടോ. മൈനർ കട്ട്സ് ആൻഡ് സ്ക്രാച്ചസ് എസ്പെഷ്യലി ഓൺ ഹാൻഡ്സ് ആൻഡ് ഫോർഹാൻഡ്സ് അല്ലെ, അവിടെയൊക്കെ അതിനനുസരിച്ചിട്ടുള്ള രീതിയിലൊക്കെ മുറിവുകൾക്കൊക്കെ നമുക്കറിയാം കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സണൽ ഹൈജീൻ സിസ്റ്റം ഒക്കെ ഫോളോ ചെയ്ത് പോകേണ്ടതായിട്ട് വരും. അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക അതിന്റെയൊക്കെ പ്രിവെൻഷൻസ് ഒക്കെ എന്തൊക്കെയാണ്. അതുപോലെ തന്നെ നമ്മൾ കണ്ടു എന്താണ് ഫിസിക്കൽ ഹസാർഡ്സിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് കണ്ടു. Ionizing radiation, time, distance and shading are the main tools in ensuring work safety. അവിടുത്തെ വർക്ക് സേഫ്റ്റിയുടെ മെയിൻ ടൂൾസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഓർത്ത് വെച്ചേക്കാം. ionizing radiation, time, distance കാര്യങ്ങളൊക്കെയാണ് അല്ലെ, ഷീൽഡിങ്ങും കാര്യങ്ങളൊക്കെയാണ് അവിടുത്തെ വർക്ക് സേഫ്റ്റിക്ക് വരുത്തേണ്ട കാര്യങ്ങൾ. നമുക്കൊക്കെ ജസ്റ്റ് നോട്ട് ചെയ്തേനെ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാം. ഇതാണ് പ്രിവെൻഷൻ അല്ലെ, അതിന്റെ പ്രതിരോധ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഡിസ്റ്റൻസ്. അപ്പൊ ഡിസ്റ്റൻസിൽ നമുക്കറിയാം കുറച്ച് സമയ അകലം വേണം അല്ലെ. ഓൾസോ ഇസ് എ വാല്യുബിൾ ടൂൾ ഇൻ കൺട്രോളിംഗ് എക്സ്പോഷർ ടു ബോത്ത് അയനൈസിംഗ് ആൻഡ് നോൺ അയനൈസിംഗ് റേഡിയേഷൻ അല്ലെ. റേഡിയേഷനിൽ ഈ പറഞ്ഞ മാതിരി അയനൈസിംഗ് നോൺ അയനൈസിംഗ് ആണെങ്കിലും തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ മോസ്റ്റ്ലി വാല്യുബിൾ ആയിട്ടുള്ള ഒരു ടൂൾ എന്ന് പറയുന്നത് അതാണ് അതിന്റെ പ്രധാനപ്പെട്ട ഉപാധി എന്ന് പറയുന്നത്. റേഡിയേഷൻ ലെവൽ ഫ്രം സം സോഴ്സ് ക്യാൻ ബി എസ്റ്റിമേറ്റഡ് ബൈ comparing the squares of the distance between the worker and the source. Okay, നമുക്കറിയാം വർക്കറും സോഴ്സും തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസ് അത് സാമാന്യ അങ്ങനെ തന്നെ കീപ്പ് ചെയ്യേണ്ടതാണ്. ഫോർ എക്സാമ്പിൾ റെഫറൻസ് പോയിന്റ് 10 feet ഫ്രം എ സോഴ്സ്, ആ സോഴ്സിൽ നിന്ന് ഒരു 10 അടിയോളം ഒരു അകലം കീപ്പ് ചെയ്യണം. The radiation is 1/100 of the intensity of 1 foot from the source. അവിടെ ജസ്റ്റ് അതൊക്കെ ഒന്ന് വൈകാട്ടൊന്നും പഠിക്കണമെന്നില്ല, സാമാന്യ അകലം കീപ്പ് ചെയ്യണമെന്നുള്ളതാണ് ഇവിടെ കൂടുതലായിട്ട് പോയിന്റ് ഔട്ട് ചെയ്ത് പറയുന്നത്. അപ്പൊ അവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. പക്ഷെ അകലം അല്ലെ, 10 feet അകലമെങ്കിലും നമ്മൾ അവിടെ കീപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. റേഡിയേഷൻ 1/100 of intensity 1 foot from the സോഴ്സിൽ നിന്ന് ഒരു അത്രയും തീവ്രത 1/100 ആണ് അതിന്റെ ആ ഒരു തീവ്രത വരുന്നത്. സോ അതനുസരിച്ചിട്ട് തന്നെ നമ്മൾ അത്രയും അകലമെങ്കിലും കീപ്പ് ചെയ്യണം, അകലമെങ്കിലും കീപ്പ് ചെയ്യണം. Shielding also is a great way to protect against radiation. Radiation ടൈമില് നമുക്കറിയാം ഷീൽഡും കാര്യങ്ങളൊക്കെ വെക്കുന്നതും വളരെയധികം പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു പ്രതിഭാസമാണ് ലഭ്യമാക്കുന്നത്. Then the greater the protective mass between radioactive source and the worker, the lower the radiation exposure. നമ്മൾ പറഞ്ഞു അത് അതായത് കൂടുതൽ അതിന്റെ അപകടാവസ്ഥ കുറയ്ക്കണമെങ്കിൽ കുറച്ച് ടൈം വരണം കാര്യങ്ങൾ ചെയ്യില്ലേ, അതാണ് കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത്. Control and provide to the X-ray technicians for safety.
ഓക്കെ, തീർച്ചയായിട്ടും നമുക്കറിയാം അവർ ധരിക്കേണ്ട പ്രിപ്പറേഷന് ആയിട്ട് ധരിക്കേണ്ട ഡ്രസ്സുകൾ അല്ലെ, അപ്രോൺസുകളും അത് കൃത്യമായിട്ട് എക്സ്റേ ടെക്നീഷ്യനൊക്കെ ആണെങ്കിൽ അത് ധരിച്ചിട്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള രോഗിയുടെ എക്സ്റേ കാര്യങ്ങളൊക്കെ നടപ്പാക്കേണ്ടത്. And badges for the technicians, radiation safety badges are provided to the X-ray technicians for monitoring of radiation. അത് സമയത്തൊക്കെ ബാഡ്ജസ് നമുക്കറിയാം അത് കൈകാര്യം ചെയ്തു പോകണം. അതൊക്കെ പ്രൊട്ടക്ഷന്റെ ഭാഗമായിട്ട് തന്നെയാണ് കൈകാര്യം ചെയ്തു പോകുന്നത്. അപ്പൊ ഡിസ്റ്റൻസ്, ഷീൽഡിങ്, ബാഡ്ജസ് ഇത് മസ്റ്റായിട്ട് പ്രിവെൻഷൻ ആയിട്ട് കീപ്പ് ചെയ്തിട്ട് വേണം ഈ റേഡിയേഷൻ എന്നുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് പോകാനായിട്ട്. അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോകുക. അതായത് ഡിസ്റ്റൻസും ഷീൽഡിങ്ങും ബാഡ്ജസും അതാണ് പ്രിവെൻഷൻ ആയിട്ട് റേഡിയേഷൻ കാര്യത്തില് പ്രിവെൻഷൻ ആയിട്ട് പറയുന്നത്. ഓക്കെ, ക്ലിയറല്ലേ? നമ്മൾ എപ്പോഴും എക്സ്പോഷർ കുറയ്ക്കാനായിട്ടാണ് ശ്രമിക്കുന്നത്. അപകടാവസ്ഥ കുറച്ചുകൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഇനി മറ്റൊരു ഹസാർഡ്സ് എന്ന് പറയുന്നത് എന്താണ്? എർഗണോമിക് ഹസാർഡ്സ് ആണ്. എന്താണ് എർഗണോമിക് ഹസാർഡ്സ് എന്ന് പറയുന്നത്? അതായത് ലിഫ്റ്റിംഗ്, ഹോൾഡിംഗ്, പുഷിംഗ്, വാക്കിംഗ് ആൻഡ് റീച്ചിങ്. ഓക്കെ, നമുക്കറിയാം അത്തരത്തിലുള്ള അപകടാവസ്ഥകളുണ്ട്. ഈ പറഞ്ഞ ഊന്നലിലും തള്ളലിലും പൊക്കളിലും അല്ലെ, കൃഷി ചെയ്യുന്നതിലൊക്കെ അപകടാവസ്ഥകളുണ്ട് അല്ലെ. വിലങ്ങാനും ധരിക്കാനും ഒരുപാട് നമുക്കറിയാം ഭാരമൊക്കെ കൂടുതലനുസരിച്ചിട്ട് സ്പൈനൽ കോഡ്സിലൊക്കെ ഇഞ്ചുറീസ് ഒക്കെ സംഭവിക്കാനൊക്കെ സാധ്യത. സോ അത് എല്ലാം തന്നെ നമുക്കറിയാം അതിനനുസരിച്ചിട്ടുള്ള അപകടാവസ്ഥകൾ ഉള്ളത് കൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള പ്രിക്കോഷൻസ് എടുത്തതിന് ശേഷം മാത്രമാണ് ഇതെല്ലാം കൈകാര്യം ചെയ്യാൻ പറ്റും. Any of those conditions can cause economic hazards such as excessive vibration and noise, eye strain, repetitive motion, and heavily lifting programs. Then improperly designed tools or work areas also can be economic hazards. അപ്പൊ ഇതിലൊക്കെ ചോദിക്കുന്ന ഈ എക്കണോമിക് ഹസാർഡ്സ് ഏതാണെന്നുള്ളതൊന്നും മനസ്സിലായില്ലെങ്കിൽ അവിടെ നമുക്കറിയാം മാറ്റി പോകാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ എക്കണോമിക് ഹസാർഡ്സ് എന്ന് പറയുന്നത് ഇത്തരത്തില് അല്ലെ, ഇതും അപകടാവസ്ഥയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഒരുപാട് വെയിറ്റ് കിട്ടാനായിട്ടൊന്നും ഒരു ഹ്യൂമൻ ബീങ്ങിനെ പറ്റില്ല അല്ലെ. അതിനനുസരിച്ചുള്ള പ്രിക്കോഷൻസ്, നട്ടലിനൊക്കെ ഒരു സപ്പോർട്ട് കൊടുക്കുന്ന സംഭവങ്ങളൊക്കെ ധരിച്ചതിന് ശേഷം മാത്രം അല്ലെങ്കിൽ നട്ടലൊക്കെ വിലങ്ങാനായിട്ടുള്ള സാധ്യതകളൊക്കെ. സോ നമുക്കറിയാം അതിനനുസരിച്ചിട്ടുള്ള അപകടാവസ്ഥകളുണ്ട് അല്ലെ. ഇത് തീർച്ചയായിട്ടും നമുക്കറിയാം ഐപി കൂടുതൽ സ്ട്രെയിൻ ചെയ്താൽ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം ലബോറട്ടറികളിലൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ചുള്ള അല്ലെ ഗൂഗിൾസും മാസ്കും അല്ലെങ്കിൽ ഐഷീൽഡും കാര്യങ്ങളൊക്കെ ധരിച്ചതിന് മാത്രമാണ് ശേഷമാണ് അതൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റും. ഒരുപാട് ശക്തമാണെങ്കിൽ നമുക്ക് കേൾക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഒരുപാട് ഐ ആണെങ്കിലും അല്ലെ സ്ട്രെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അല്ലെ. ഒരുപാട് എപ്പോഴെപ്പോഴും റിപ്പീറ്റീവ് ആയിട്ടുള്ള ചലനങ്ങൾ അല്ലെ, രാത്രിയാണെങ്കിലും എല്ലാം ആണെങ്കിലും അത് റിപ്പീറ്റീവ് ആകുമ്പോൾ അതൊരു അപകടാവസ്ഥ തന്നെയാണ്. അത് നമുക്ക് തന്നെ ചെയ്യാനായിട്ട് അതിനനുസരിച്ച് പ്രിക്കോഷൻസ് ആവശ്യമാണ് അല്ലെ. അപ്പൊ അവിടെ തീർച്ചയായിട്ടും എക്കണോമിക് ഹസാർഡ്സ് എന്തൊക്കെ പെടുന്നതെന്നുള്ള കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ലിഫ്റ്റിംഗ്, ഹോൾഡിംഗ്, പുഷിംഗ്, വാക്കിംഗ് ആൻഡ് റീച്ചിങ്. Then any of these conditions can cause economic hazards such as repetitive vibration and noise, eye strain, then repetitive motion and heavy lifting problems. Then improperly designed tools or work areas also can be economic. Then ഇവിടെ പറയാണ് പ്രോപ്പർലി ഡിസൈൻഡ് ആയിട്ടുള്ള ടൂള് അല്ലെങ്കിൽ വർക്ക് ഏരിയാസ് ആണെങ്കിൽ അത് എന്താണ് എക്കണോമിക് ആയിട്ടുള്ള ഹസാർഡ്സിൽ പെടുന്നതാണ്. അതായത് ചിലപ്പോ നേരാൻ വണ്ണം അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു കണ്ടീഷനിലല്ല ഫിറ്റ് അത് ചലിപ്പിക്കാതെ ഒരുപാട് സ്ട്രെയിൻ ചെയ്തിട്ട് വേണം അത് ചലിപ്പിക്കാനൊക്കെ അല്ലെ. അതിന്റെ ഉപയോഗങ്ങളൊക്കെ സാധ്യമാക്കുന്നതിനൊക്കെ ഒരുപാട് സ്ട്രെയിൻ എടുക്കേണ്ട വരും അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും അത് റിസ്ക് തന്നെയാണ്. അത് ഒരു അപകടാവസ്ഥ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അത് എക്കണോമിക് ഹസാർഡ്സിൽ പെടുന്നത്. ഓക്കെ, ഇതിനും ഈ പറഞ്ഞ മാതിരിയുള്ള പ്രിവെൻഷൻ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ പ്രിവെൻഷൻ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. എക്സാമ്പിൾ ഡിസൈനിങ് റീഡിസൈനിങ് വർക്ക് സ്റ്റേഷൻസ്. നമുക്കറിയാം എന്തെങ്കിലും രൂപകൽപ്പന ചെയ്തതിൽ എന്തെങ്കിലും വേരിയേഷൻസ് ഒക്കെ ആണെങ്കിൽ ഒന്നുകൂടി റീഡിസൈൻ ചെയ്യും. ഈ പറഞ്ഞ പോലെ പ്രോപ്പർ വർക്കിംഗ് കണ്ടീഷൻ അല്ലേ. അതേമാതിരി തന്നെ ഭയങ്കര സൂക്ഷ്മമായിട്ട് കൈകാര്യം ചെയ്യേണ്ട സ്ഥലങ്ങളിലൊക്കെ അത്യാവശ്യം വിളിച്ചൊന്നുമില്ലെങ്കിൽ നമുക്കറിയാം നമ്മുടെ കണ്ണുകളാണ് ഒരുപാട് സ്ട്രെയിൻ ചെയ്യേണ്ടി വരുന്നത്. ആണോ? സ്ട്രെയിൻ ചെയ്യേണ്ട വ്യക്തിയായി
മതിയായ വെളിച്ചമില്ല എങ്കിൽ സൂക്ഷ്മമായിട്ട് കൈകാര്യം ചെയ്യേണ്ടി വരുമ്പോ ഓക്കെ അതെ അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും മതിയായ ലൈറ്റ് കാര്യങ്ങൾ അവിടെ ലഭ്യമാക്കി കൊടുക്കാം. അതേപോലെ തന്നെ ടൂൾസ് ആൻഡ് എക്യുപ്മെന്റ്സ് ചില പറഞ്ഞ മാത്രം അല്ലെ ഉയർത്തുന്നതിനും തള്ളുന്നതിനൊക്കെ എന്തെങ്കിലുമൊക്കെ അതിനെ പറ്റിയ ടൂൾസുകളൊക്കെ അതിനോട് ചേർന്ന ടൂൾസുകളൊക്കെ ലഭ്യമാക്കി കൊടുക്കാം. അതായത് ഹ്യൂമൻ ബീയിങ്ങിന്റെ മുഴുവൻ എഫേർട്ട് എടുത്തിട്ട് തള്ളിയും ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥ അത് ഒഴിവാക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള ടൂൾസുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുക. ടീച്ചിങ് കറക്റ്റ് വർക്ക് പ്രാക്ടീസ് എക്സാമ്പിൾ പ്രോപ്പർ ലിഫ്റ്റിംഗ് മെത്തേഡ്സ് ഓക്കെ എല്ലാത്തിനും ഒരു നല്ല രീതിയിലുള്ള പ്രാക്ടീസും അല്ലെ അല്ലെങ്കിൽ നല്ല അധ്യാപനം ടീച്ചിങ് കാര്യങ്ങളൊക്കെ പകർന്നു കൊടുക്കുക. കാരണം എങ്ങനെയാണ് പൊക്കേണ്ടത് അല്ലെ. ഇതെല്ലാം ചിലരൊക്കെ എന്തെങ്കിലും സാധനങ്ങൾ പൊക്കേണ്ട വരുന്നത് കാണുമ്പോൾ കൊച്ചുകുട്ടികൾ ഇങ്ങനെ പൊക്കണ മാതിരി ഇല്ല എല്ലാവരും പരിമിച്ച് ഭയങ്കര പക്ഷെ അതിന് അതിൻ്റെതായിട്ടുള്ള ബക്കിളിലൊക്കെ പിടിച്ച് നല്ല രീതിയിൽ വലിയ പ്രശ്നമൊന്നും ഇല്ലാത്ത രീതിയിൽ എല്ലാവർക്കും ഹാൻഡിലും അതിൻ്റെതായിട്ടുള്ള ബാലൻസിങ് കൊടുത്തിട്ട് പൊക്കുകയാണെങ്കിൽ അത്ര സ്ട്രൈറ്റ് ആയിട്ടില്ല. അതൊക്കെ കൂടി മൂന്നിച്ച് ഒറ്റക്കെട്ടായിട്ട് കളികളും ഒറ്റ കൈകളൊക്കെ പൊക്കാൻ നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കറിയാം അത് ബോഡീനെ അഫക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ അതിനനുസരിച്ചുള്ള ലിഫ്റ്റിംഗ് മെത്തേഡ്സ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് കൊടുക്കുക. എംപ്ലോയിങ് പ്രോപ്പർ ഷിഫ്റ്റിംഗ് കൺട്രോൾ എക്സാമിൻ ഷിഫ്റ്റിംഗ് വർക്കേഴ്സ് among several different tasks. Okay. നമുക്കറിയാം എംപ്ലോയിക്കൊക്കെ പ്രോപ്പർ ആയിട്ടുള്ള കൺട്രോൾ കൊടുക്കുക അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലൊക്കെ എപ്പോഴും ഡ്യൂട്ടി ചെയ്യുന്നവരെ പോലെ തന്നെ വർക്ക്ലോഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും ചെയ്യിപ്പിക്കാതെ അവർക്ക് ചെറിയ വേരിയേഷൻസ് ഒക്കെ അതൊക്കെ മാറി മാറി ചെയ്യാനായിട്ടുള്ള അവസ്ഥകൾ കൊടുക്കാം. അത് തീർച്ചയായിട്ടും നമുക്കറിയാം അവർക്കൊന്ന് പോലെ ഒരു ബുദ്ധിമുട്ട് കുറച്ചും കൂടി ഒരു റിലാക്സേഷൻ കിട്ടാനുള്ള ഒരവസ്ഥ അവിടെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതേമാതിരി തന്നെ റെഡ്യൂസിങ് പ്രൊട്ടക്ഷൻ ഡിമാൻഡ് ആൻഡ് ഇൻക്രീസ് ഇൻ റെസ്റ്റ് ബ്രേക്സ് ഒക്കെ അവിടെ അതുകൊണ്ട് പറയുന്നത് ഇതാണ്. ഷിഫ്റ്റ് വർക്കുകളൊക്കെ വരുമ്പോഴെന്താ പ്രത്യേകം അവർക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അല്ലെ അവിടെ ആ ഒരു ക്ലോക്ക് വർക്കിംഗ് ക്ലോക്കിനൊക്കെ ഒരു ഡിലേ ഒന്നും വരാതെ പ്രോപ്പറായിട്ട് പോവുകയും ചെയ്യും. എന്നാൽ ഒരു ഭാഗം റൊട്ടേറ്റ് ചെയ്ത് അടുത്ത ഭാഗം അനുസരിച്ചിട്ടൊക്കെ വരുമ്പോൾ ഒരു കൂട്ടൊക്കെ റെസ്റ്റ് ചെയ്യാനായിട്ടുള്ള സാഹചര്യം അവൈലബിൾ ആണ്. And if necessary, provide and mandating personal protective equipment. നമുക്കറിയാം കമ്പൽസറി ആയിട്ട് പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള എക്യുപ്മെന്റ് ഒക്കെ ധരിച്ചിട്ട് വേണം ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ അല്ലെ. അതിപ്പോ ഭാരമുള്ള സാധനങ്ങളും ഉയർത്തുന്നതാണെങ്കിലും വഹിക്കാനാണെങ്കിലും തള്ളുന്നതിന് വേണ്ടിയിട്ടാണെങ്കിലും ഒക്കെ അതിനനുസരിച്ചിട്ടുള്ള അപ്ലിക്കേഷൻസ് അത് മാൻഡേറ്ററി ആണ് എന്നുള്ള ഒരു രീതിയിൽ തന്നെ അവർക്ക് ആ ഒരു പ്രാക്ടീസ് ഒക്കെ കൊടുക്കാം. Then evaluating working conditions from an economic standard point, reforms looking at the total physiological and psychological demands of the job on the worker. Okay. So workers നമുക്കറിയാം അവരുടെ ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ഈ പറഞ്ഞ മാതിരി ചിലർക്ക് ഏത് സൗണ്ടൊക്കെ കിട്ടാൻ മാനസികമായിട്ട് തെറ്റിക്കൂടെ ഭയങ്കര വൈബ്രേഷൻ ഭയങ്കര സൗണ്ടൊക്കെ നോയ്സ് ആയിട്ടുള്ള ഒരു ഒച്ചപ്പാടും കാര്യങ്ങളാണെങ്കിലും ഒരു കോൺസെൻട്രേഷൻ കീപ്പ് ചെയ്യാതെ അവർക്ക് വൈദ്യുതി പ്ലാന്റ് ചെയ്യാനും പറ്റില്ല അല്ലെ. അവരാകെ ഇറിറ്റേഷൻ ആയിട്ട് മാനസികമായിട്ട് വരെ അവരെ ചിലപ്പോൾ ചില ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യാറുണ്ട്. സോ അവരുടെ പ്രോബ്ലംസ് എന്താണെന്ന് മനസ്സിലാക്കുക. എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ടെങ്കിൽ അതായത് മാറ്റി വർക്ക് ചെയ്യാനായിട്ടുള്ള ചിലപ്പോൾ കോൺസെൻട്രേഷൻ കീപ്പ് ചെയ്യാനായിട്ട് പോകേണ്ട വർക്കുകളായിരിക്കും. അതിന്റെ ഇടയ്ക്കായിരിക്കും ഈ പറഞ്ഞ ഭയങ്കര ചപ്പാതൊക്കെ പറ്റും അല്ലെ. അപ്പൊ അവർക്ക് തീർച്ചയായിട്ടും അവിടെ നിന്ന് മാറ്റി വേറൊരു സ്ഥലം അല്ലെ അന്വേഷിക്കണം. അവരുടെ പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കി അവർക്ക് എന്താണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് അല്ലെ താല്പര്യം എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്തു കൊടുക്കാം. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് നമ്മുടെ പ്രോബ്ലംസ് ഒക്കെ ഒഴിവാക്കി കിട്ടാനായിട്ട് സാധിക്കും. അപ്പൊ എക്കണോമിക് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് പോയിന്റ്സുകളോ അതനുസരിച്ചിട്ട് തന്നെ മുന്നോട്ട് പോകുമ്പോൾ അതനുസരിച്ചിട്ടുള്ള മതിയായ ലൈറ്റോ റെഗുലേഷൻസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ ഈ പ്രോബ്ലംസിനൊക്കെ പ്രിവെൻഷൻ ഒരു പ്രതിരോധം ലഭ്യമാക്കി കിട്ടാനായിട്ട് സാധിക്കും. ജസ്റ്റ് വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. പ്രിവെൻഷനായിട്ട് അല്ലെ ഇവിടെ എർഗണോമിക് ഹസാർഡ്സിന്റെ പ്രിവെൻഷനായിട്ട് എന്തൊക്കെ സ്വീകരിക്കാൻ പറ്റും എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്ത് വെക്കാം. ഡിസൈനിങ് ഓർ റീഡിസൈനിങ് വർക്ക് സ്റ്റേഷൻസ് ലൈറ്റിംഗ് ടൂൾസ് ആൻഡ് എക്യുപ്മെന്റ്സ് ഒക്കെ ലഭ്യമാക്കി കൊടുക്കുമ്പോൾ ഒരു പരിധിവരെ പ്രതിരോധിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. എർഗണോമിക് ഹസാർഡ്സ് മനസ്സിലാക്കുക. അതിന്റെ പ്രിവെൻഷൻ എന്താണെന്നൊക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോവാം. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ ചോദിക്കാം. വായിച്ചു പോവാം.
ഓക്കെയാണ്. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് മാനേജ്മെന്റ് ഇൻ കീ പ്രോഗ്രാംസ്. ഓക്കെ, ഈ പറഞ്ഞ സുരക്ഷാ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളാണ് മാനേജ്മെന്റിനുള്ളതെന്നാണ് അടുത്തതായിട്ട് നോക്കുന്നത്. ഫസ്റ്റ് പോയിന്റ് പറയുന്നത് മാനേജ്മെന്റ് കമ്മിറ്റ്മെന്റ് ആൻഡ് എംപ്ലോയി ഇൻവോൾവ്മെന്റ്. മാനേജ്മെന്റ് കമ്മിറ്റ്മെന്റ് ആൻഡ് എംപ്ലോയി ഇൻവോൾവ്മെന്റ്. മാനേജ്മെന്റിന്റെ കമ്മിറ്റ്മെന്റ് അല്ലെ, നമുക്ക് പ്രതിജ്ഞാബദ്ധത അല്ലെങ്കിൽ എംപ്ലോയീസിന്റെ ഇൻവോൾവ്മെന്റ്. നമുക്കറിയാം തൊഴിലാളികളാണ് ഈ വർക്കേഴ്സ് ആണ് അല്ലെ അവരുടെ വർക്കുകൾ ഹാൻഡിൽ ചെയ്യുന്നത്. സോ അവർക്ക് എന്തെങ്കിലും തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ അവർക്ക് ഇന്ന കാര്യങ്ങൾ പറയാം. നമ്മൾ കൊട്ടേഷൻ വേണം, അതല്ലെങ്കിൽ ഇന്ന പ്രിപ്പറേഷൻസ് വേണം, അതല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഹൈജീൻ സൗകര്യങ്ങൾ, ശുചിത്വ സൗകര്യങ്ങൾ ഇവിടെ വേണം. അങ്ങനെയൊക്കെ അവർക്ക് തീരുമാനത്തിൽ ഉൾപ്പെടുത്തി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയാനായിട്ടുള്ള സാഹചര്യം അനുവദിക്കാം. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം മാനേജ്മെന്റിനോട് പ്രതിജ്ഞാബദ്ധത ഉണ്ടാവും. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അവരെ കൂടി ഉൾപ്പെടുത്തിയിട്ട് ഒരു തീരുമാനങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം മാനേജ്മെന്റിനോട് കടപ്പാടുണ്ടാവും. നമ്മൾ പറഞ്ഞതനുസരിച്ചിട്ടൊക്കെ ഇവര് ഇന്ന സൗകര്യങ്ങളൊക്കെ ചെയ്തു തീർത്തിട്ട് സോ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യേണ്ടത് എംപ്ലോയീസിന്റെ ഉത്തരവാദിത്തമാണ് എന്നുള്ളൊരു ബോധ്യം വരാനായിട്ട് സാധിക്കും. സോ മാനേജ്മെന്റ് എന്താണ് എംപ്ലോയിനെ ഇൻവോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അവരെയും കൂടി പങ്കാളിത്തത്തോടു കൂടിയിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ അല്ലേ? ഫസ്റ്റ് പോയിന്റ് മാനേജ്മെന്റ് കമ്മിറ്റ്മെന്റ് ആൻഡ് എംപ്ലോയി ഇൻവോൾവ്മെന്റ്. അതായത് അവര് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെങ്കിൽ ഇന്ന രീതിയൊക്കെ ഫോളോ ചെയ്യാമെന്ന് മാത്രമല്ല നിർദ്ദേശിക്കേണ്ടത് അവരെ പ്രതിജ്ഞാബദ്ധരായിട്ട് അവരെയും കൂടി പങ്കാളികളാക്കിയിട്ട് ഒരു ഡിസിഷൻസ് എടുക്കുന്നത്. വർക്ക് സൈറ്റ് അനാലിസിസ്. ഓക്കെ, ഈ വർക്ക് സൈറ്റുകളൊക്കെ ഒന്ന് അനലൈസേഷൻ നടത്തുക, അതായത് വിലയിരുത്തുക. എങ്ങനെയൊക്കെയാണ് പോണത്, ഈ എംപ്ലോയീസിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ, അവർക്ക് എന്തെങ്കിലും പ്രോഗ്രാംസുകളുണ്ടോ, അവരോടൊക്കെ ഒന്ന് ചോദിച്ചറിയാം. ഓക്കെ, ഒന്ന് വിലയിരുത്തിയൊക്കെ പോവാം. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും ഓക്കെ അവർക്ക് റിസ്ക് അനുഭവപ്പെടുന്നുണ്ട്, അല്ല വലിയ കുഴപ്പമൊന്നുമില്ല, അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള സേഫ്റ്റി പ്രോഗ്രാംസുകളൊക്കെ ഒരുക്കിയിട്ടുണ്ട്, വലിയ പ്രശ്നമൊന്നും ഇല്ലാന്നൊക്കെ അറിയാനായിട്ട് സാധിക്കും. അപ്പം അനാലിസിസ് നടത്തുക അല്ലെ, വെബ്സൈറ്റുകളൊക്കെ വിലയിരുത്തുക എന്നുള്ളത് മറ്റൊരു റെസ്പോൺസിബിലിറ്റി. തേർഡ് റെസ്പോൺസിബിലിറ്റി ആയിട്ട് പറയുന്നത് ഹസാർഡ് പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ. നമ്മൾ നേരത്തെ പറഞ്ഞ വളരെ ഏത് ഹസാർഡ്സിനും അതിൻ്റെതായിട്ടുള്ള പ്രിപ്പറേഷൻസ് മുൻകരുതലുകൾ അത് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് ചിലരെങ്കിലും ഇത് ഈ പറഞ്ഞ പ്രിവെൻഷൻ ഒക്കെ നടപ്പാക്കിയിട്ടതൊന്നും പിന്നെ ചെയ്യാതെ അല്ലെ, അതിനനുസരിച്ചുള്ള മുൻകരുതലോടുകൂടി ധരിക്കേണ്ടത് ധരിക്കാതെ അല്ലെങ്കിൽ മാസ്കും ഗ്ലൗസും ഒന്നും അത് യൂസ് ചെയ്യാതൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു കൺട്രോളിങ് നടപ്പാക്കുക. മസ്റ്റായിട്ടും ധരിക്കണം അല്ലെ. തീർച്ചയായിട്ടും അതെങ്ങനെ യൂസ് ചെയ്തതിനു ശേഷം മാത്രമാണ് ടെലിഹാൻഡ് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ടെലിഹാൻഡ്സുകൾ ഫിക്സ് ചെയ്യേണ്ടതായിട്ട് വരും. വർക്കേഴ്സിന് മാത്രമല്ല അത് എല്ലാവർക്കും അതിനായിട്ടുള്ള ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അതിനനുസരിച്ചുള്ള കൺട്രോളിങ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകും. സേഫ്റ്റി ആൻഡ് ഹെൽത്ത് ട്രെയിനിങ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മതിയായ രീതിയിലുള്ള ട്രെയിനിങ് കൊടുക്കുക. ഇത്തരത്തിലുള്ള അപകടാവസ്ഥ നിറഞ്ഞ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലെ, ഏതൊക്കെ പ്രിപ്പറേഷൻസ് ഒക്കെ എടുത്തതിന് ശേഷമാണ് അതൊക്കെ കൈകാര്യം ചെയ്യേണ്ടത്, അതിനനുസരിച്ചുള്ള സാമാന്യൊക്കെ സാമാന്യം കീപ്പ് ചെയ്യുന്നത് അല്ലെ. എല്ലാത്തിനെയും കുറിച്ചിട്ടുള്ള ഒരു ട്രെയിനിങ് അവർക്ക് ലഭ്യമാക്കി. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ട്രെയിനിങ് എംപ്ലോയീസിനെ ലഭ്യമാക്കി കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അവരെ ആ ട്രെയിനിങ്ങിന് അനുസരിച്ചിട്ട് തന്നെയായിരിക്കും ഇത്തരത്തിലുള്ള ഹസാർഡ്സ് തന്നെ ബാക്കിയുള്ളവരെ കൈകാര്യം ചെയ്യുന്നത്. റെസ്പോൺസിബിലിറ്റി ഓഫ് മാനേജ്മെന്റിന്റെ സേഫ്റ്റി പ്രോഗ്രാം ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് വരുന്നത്. പോയിന്റേ ഉള്ളൂ, ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അടുത്ത ദിവസം എത്താതെ നിശ്ചയിക്കേണ്ട എന്തായാലും, പക്ഷെ അടുത്ത ദിവസം കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങൾ മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റ് കൂടി കൊടുക്കും. മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റ് കൂടി എടുക്കാം. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പോലെയുള്ള ചാപ്റ്ററാണ്, ഉപയോഗമാണ്.
chapter ആണ്. Fifth chapter. Maintenance department ആണ്. Next നോക്കേണ്ടത് ശേഷം ചെറിയ ചാപ്റ്റർ തന്നെയാണ്. എന്നാലും എന്താ പറയാ, നമുക്ക് 7th മോഡ്യൂളിലുള്ള അത്രയും വലുതല്ല. ഇച്ചിരി എന്താ പറയാ, പെട്ടെന്ന് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പോയ മാതിരി നമുക്ക് അങ്ങോട്ട് സ്പീഡിൽ പോകാനായിട്ട് സാധിക്കില്ല. ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഒന്നിച്ച് പോകാനായിട്ട് ശ്രമിക്കാം. കാരണം എന്താ പറയാ, ഒന്നിച്ച് പോയാൽ നമ്മൾ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാനായിട്ട് എളുപ്പമുള്ളൂ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് നാച്ചുറലി ജസ്റ്റ് പറയുമ്പോൾ തന്നെ എന്താണ് കാര്യങ്ങൾ ക്ലിക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓരോ ഹോസ്പിറ്റലിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവാം, ഇങ്ങനെ കാര്യങ്ങൾ ഉണ്ടാവാം എന്നുള്ളത് നമുക്ക് പറയുന്നതനുസരിച്ച് തന്നെ നിങ്ങൾക്കത് ഗ്രഹിക്കാനായിട്ട് സാധിക്കും. പക്ഷെ മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റിൽ എന്ന് വെച്ചാൽ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ അതിൽ പറയുന്നത് ഡയറക്റ്റ് മീനിങ് ആയിട്ടല്ല അതിൽ പറയുന്നത് തന്നെ. അപ്പൊ പരിശോധിച്ച് തന്നെ നമ്മളത് ഗ്രഹിക്കുക തന്നെ വേണം, അതെന്താണോ ഉദ്ദേശിക്കുന്നത് പറയാൻ. സ്വാഭാവികമായിട്ടും ഒന്നിച്ച് പോയി ചെയ്യാം. സ്പീഡില് പോകാനായിട്ട് പറ്റിയില്ലെങ്കിലും നമ്മൾക്ക് ഇന്ന് എടുത്ത അഡ്മിനിസ്ട്രേഷൻ നെക്സ്റ്റ് ഡേ വരുമ്പോൾ നിങ്ങൾ പരമാവധി വായിച്ചിട്ട് വരാനായിട്ട് ശ്രമിക്കാം. കാരണം എന്തെങ്കിലുമൊക്കെ നമ്മളിലുണ്ടെങ്കിൽ ഓക്കെ. നെക്സ്റ്റ് ഡേയില് ചാപ്റ്റർ കുറച്ചുള്ളൂ. റെസ്പോൺസിബിലിറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തൊരു ഭാഗത്തേക്ക് പോകാം. കുറച്ച് സമയം കൂടി ഉണ്ടല്ലോ. ബിഹേവിയർ ഒന്നും അങ്ങനെ നമ്മൾ കുറച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് എന്തായാലും ഇതിൽ അത്രയും പോകാനുള്ള ആവശ്യകതയില്ല. അപ്പൊ നമുക്കൊന്ന് അടുത്ത ഇതിലേക്ക് കൂടി ഒന്ന് പോകാം. കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അടുത്ത ഭാഗത്തേക്ക് പോകാനോ? ക്ലിയർ അല്ലേ? റെസ്പോൺസിബിലിറ്റി മാനേജ്മെന്റ് സേഫ്റ്റി പ്രോഗ്രാം. നമുക്ക് നെക്സ്റ്റ് നോക്കിയാൽ കമ്മ്യൂണിക്കേഷൻ ആണ്. അതിന് അപകടാവസ്ഥയുടെ കമ്മ്യൂണിക്കേഷൻ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. Okay, the purpose of this section is to ensure that the hazards of all chemicals produced or imported are evaluated and that the information concerning their hazards is transmitted to employers and employees. Okay, നമുക്കറിയാം ഇപ്പോൾ വില്ലേജ് വേസ്റ്റ് ഒക്കെ നമ്മൾ പഠിച്ചപ്പോൾ പഠിച്ചിരുന്നു ബയോ ഹസാർഡ്സ്, കെമിക്കൽ ഹസാർഡ്സ്, അതേപോലെ തന്നെ കെമിക്കൽസ് വില്ലേജ് വേസ്റ്റ് ഉണ്ടായിരുന്നു, ലബോറട്ടറീസ് വില്ലേജ് വേസ്റ്റ് ഉണ്ടായിരുന്നു അല്ലെ. അങ്ങനെ പലതരത്തിലുള്ള വില്ലേജ് വേസ്റ്റുകളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ. ലബോറട്ടറി ഒക്കെ ആയിട്ടുള്ള കുറെ വില്ലേജ് വേസ്റ്റുകളെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ അറ്റ് സെയിം ടൈമില് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോ തന്നെ പറഞ്ഞിരുന്നു ഓരോ വില്ലേജ് വേസ്റ്റ് വരുമ്പോഴും അതൊക്കെ ഏത് രീതിയിലാണ് അത് കൈകാര്യം ചെയ്യുന്നത് അല്ലെ. അതിന്റെ ഹാൻഡ്ലിംഗ് പ്രൊസീജിയേഴ്സ് ഒക്കെ എന്തൊക്കെയാണ്, 7 തരത്തിലുള്ള വില്ലേജ് വേസ്റ്റുകളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ അറ്റ് ടൈമില് ഈ ഹസാർഡ്സുകളൊക്കെയാണ് എങ്ങനെയാണ് കൈകാര്യം ചെയ്ത് പോകണേന്ന് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും കെമിക്കൽ ആണെങ്കിലും അതേപോലെ തന്നെ ബയോ ഹസാർഡ്സ് ആണെങ്കിലൊക്കെ എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്ത് പോണേന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് തന്നെ അവിടെ പഠിച്ചു പോകുന്നതാണ്. അപ്പൊ ഈ ഹസാർഡ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. ഇവിടെ ആശയവിനിമയം നടത്തണം. എന്തെങ്കിലും അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിന്റെ കാര്യങ്ങളെല്ലാം വിവരങ്ങളെല്ലാം പരസ്പരം കൈമാറ്റം ചെയ്യേണ്ടതുണ്ട്. The purpose of this section is to ensure that hazards of all chemical produced or imported are evaluated. ഏത് തരത്തിലുള്ള കെമിക്കൽ ആണെങ്കിലും ഏത് തരത്തിലുള്ള കാര്യമാണെങ്കിലും വില്ലേജ് ആണെങ്കിലൊക്കെ അത് കൃത്യമായിട്ട് തന്നെ evaluate ചെയ്യണം. And the information concerning their hazards is transmitted to employers and employees. അതായത് അവിടുത്തെ വർക്കേഴ്സിനെ ആണെങ്കിലും അതോടൊപ്പം തന്നെ തൊഴിലാളികളെ ആണെങ്കിലും മീൻസ് പേഷ്യൻസിനെ ഒക്കെ ആണെങ്കിലും കൃത്യമായിട്ട് തന്നെ അറിയിക്കണം. കാരണം അപകടാവസ്ഥയാണ്. അതിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം പ്രിപ്പറേഷൻസ് ഒക്കെ എത്തിയതിനു ശേഷം നമുക്ക് വരാൻ പാടുള്ളൂ. അല്ലാതെ വെറുതെ എല്ലാവരും കൂടി വന്നുകൊണ്ട് അത് ക്ലീൻ ആക്കി പോകുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അപകടം കൂട്ടി വരാനായിട്ടുള്ള സാധ്യത ഉണ്ടാവും. കെമിക്കലൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം പൊട്ടിത്തെറിയിലേക്കൊക്കെ വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. സോ അതിനനുസരിച്ചുള്ള മുൻകരുതലുകൾ അവിടെ ലഭിക്കേണ്ടതാണ്. The transmission of information is fulfilled by means of comprehensive hazard communication programs, which includes container labeling and other forms of warning materials, data sheets, and employee training.
ഓക്കെ, നമ്മൾ ഈ പറഞ്ഞ മാതിരി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് നല്ല രീതിയിലുള്ള ഒരു ട്രാൻസ്മിഷൻ അല്ലെ, അവിടെ പരസ്പരം നല്ല രീതിയിൽ ഈ ഇൻഫോർമേഷൻസ് ഹാൻഡിൽ ചെയ്യാനൊക്കെ സാധിക്കും. കാരണം നേരത്തെ കൂടി അവർക്ക് എംപ്ലോയീസിന് അവിടെയുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാനായിട്ട് എംപ്ലോയീസിന് ട്രെയിനിങ് കൊടുക്കണം. അതേപോലെ തന്നെ അല്ലെ അവിടെ സേഫ്റ്റി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ മാസ്ക് കാര്യങ്ങളൊക്കെ അല്ലെ കൃത്യമായിട്ട് അതൊക്കെ ധരിച്ചതിന് ശേഷമായിരിക്കും ആ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നവര് അല്ലെങ്കിൽ കഴിഞ്ഞവര് ആ സ്റ്റാഫുകൾ അതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് പറയാണ്. അവിടെ കൃത്യമായിട്ട് ഏതൊക്കെ കണ്ടെയ്നേഴ്സ് നമ്മള് സ്കൂളിൽ വേസ്റ്റ് ഒക്കെ പഠിച്ചു പോയതാണ്. അല്ലെങ്കിൽ അവിടെ കൃത്യമായിട്ട് ഹസാർഡ് വേസ്റ്റ്, ബയോ ഹസാർഡ് വേസ്റ്റ് അല്ലെ, കെമിക്കൽ ഹസാർഡ് വേസ്റ്റ് എന്നൊക്കെ പ്രത്യേകമായിട്ട് ലേബൽ ചെയ്തിരിക്കുന്ന ബിന്നുകളിൽ തന്നെയായിരിക്കും ഓരോന്നും നിക്ഷേപിക്കുന്നത്. സോ അതനുസരിച്ചിട്ടുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെ അതൊക്കെ അവിടെ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി കൊടുത്തിരിക്കുന്ന സ്റ്റാഫുകൾക്കൊക്കെ അതിന്റെ അനുസരിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള രൂപരേഖ ഇൻഫോർമേഷൻസ് ഒക്കെ കൈമാറിയിട്ടുണ്ടായിരിക്കണം. then അങ്ങനെ ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള സമഗ്രമായിട്ടുള്ള ഒരു നല്ലൊരു പ്രോഗ്രാം, നല്ലൊരു ഹസാർഡ്സ് കമ്മ്യൂണിക്കേഷൻ പ്രോഗ്രാം അവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം നല്ല രീതിയിൽ തന്നെ ഈ അപകടാവസ്ഥയെ കൈകാര്യം ചെയ്യുന്നത്. സോ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ ഫലപ്രദമായിട്ടുള്ള ഒരു ആശയവിനിമയം അവിടെ ആവശ്യമാണ്. അതിനനുസരിച്ചിട്ട് നേരത്തെയുള്ള പ്രിക്കോഷൻസും അവിടെ ആവശ്യമാണ്. പറഞ്ഞ മാതിരി ലെവൽ ചെയ്തിട്ടുള്ള വേസ്റ്റ് ബിന്നുകളും അതേപോലെ തന്നെ ട്രെയിനിങ് കിട്ടിയ സ്റ്റാഫുകളും അവർക്ക് എങ്ങനെയാണ് ഈ എന്താണ് സൊല്യൂഷൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ള കൃത്യമായിട്ടുള്ള അറിവുകളൊക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ടാവുമായിരിക്കും. അതനുസരിച്ചിട്ടായിരിക്കും ഇൻഫോർമേഷൻസ്. ഇത് അങ്ങനെ ഇൻഫോർമേഷൻസ് ഒന്നും അങ്ങനെ മാർക്ക് ചെയ്യേണ്ടതൊന്നുമില്ല. ജസ്റ്റ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, hazards is transmitted to employers and employees അല്ലെ. അത് നമുക്കറിയാം ഹസാർഡ്സുകളെല്ലാം അല്ലെ അവിടെ പരസ്പരം കൈമാറ്റം ചെയ്യേണ്ടതാണ്. ഈ അപകടാവസ്ഥകളെല്ലാം തൊഴിലുടമകളാണെങ്കിലും തൊഴിലാളികളാണെങ്കിലും ഐ മീൻ ഹോസ്പിറ്റലിലൊക്കെ ആകുമ്പോൾ വർക്കേഴ്സും അതേമാതിരി തന്നെ എന്താണ് പേഷ്യൻസിനൊക്കെ കൈമാറ്റം ചെയ്യേണ്ടതാണ്. അപകടാവസ്ഥകളൊക്കെ സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പരസ്പരം എത്രയും പെട്ടെന്ന് ഇൻഫോം ചെയ്യണം അല്ലെ, അത് ആവശ്യമല്ലേ ഇൻഫോർമേഷൻ സർവീസ്. അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്തേ. ഓക്കെ, അപ്പൊ നമുക്ക് ബാലൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. അപ്പൊ നിങ്ങൾ നെക്സ്റ്റ് ക്ലാസ് വരുമ്പോൾ മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെന്റ് പറയും. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? Okay, next class.